അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ നഈം ഫൈലി നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തോടടുക്കാണ്. അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായിട്ടുള്ള ഫഹദ് ഫൈലി അത്തോളി എന്ന് പറയുന്ന സുഹൃത്ത് നഈം ഫൈലിയെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു അനുഭവക്കുറിപ്പിൽ കാണുകയുണ്ടായി. അദ്ദേഹം തൻ്റെ ഉമ്മയോട് പറയാണ്, നഈം ഫൈലി തൻ്റെ ഉമ്മയോട് പറയുന്ന ഹൃദയഭേദകമായിട്ടുള്ള ഒരു ചരിത്രം, ഒരു സംഭവം ഫഹദ് ഫൈലി അത്തോളി അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ നഈം ഫൈലി തൻ്റെ ഉമ്മയോട് പറയാണ്, തൻ്റെ വീട്ടിലേക്കുള്ള ഇടുങ്ങിയ വഴി ചൂണ്ടിക്കാണിച്ചിട്ട്, മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് നടക്കുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നഈം ഫൈലി തൻ്റെ ഉമ്മയോട് പറയുന്നു, ഉമ്മ, ഈ വഴിയിലൂടെ, ഇടുങ്ങിയ വഴിയിലൂടെ ഒരു മയ്യത്തിനെ പോലും കൊണ്ടുപോകാൻ പ്രയാസാണല്ലോ ഉമ്മ എന്ന് നഈം ഫൈലി തൻ്റെ ഉമ്മയോട് പറയുന്ന ഹൃദയഭേദകമായിട്ടുള്ള ചില വാക്കുകൾ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ അറിയാം, മരിക്കുന്നതിൻ്റെ ഏകദേശം 40ഓളം ദിവസങ്ങൾക്ക് മുമ്പ് മരണം തന്നെ നമുക്ക് ചില സൂചനകൾ നൽകുമെന്നുള്ളതാണ്. നഈം ഫൈലിയുടെ ഒക്കെ മരണം എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യൻ കൂടെയാണ് അദ്ദേഹം. നിങ്ങൾക്കൊക്കെ അറിയാം, ഇന്നത്തെ സോഷ്യൽ മീഡിയകൾ, വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും, ഇപ്പോൾ വരെ അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ആമീൻ എടുക്കുന്ന, ദുആ ചെയ്യുന്ന അനവധി ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഓരോ അനുസ്മരണ വീഡിയോകൾക്ക് താഴെയും, അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഓരോ പാട്ടുകൾക്ക് താഴെയും, അദ്ദേഹം പാടിവെച്ച മദ്ഹ് ഗാനങ്ങൾക്ക് താഴെ എത്ര പേരാണ് നഈം ഫൈലിക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. ഇത്തരത്തിൽ മരിച്ചതിന് ശേഷം ഇത്രയധികം ആളുകൾ നല്ലത് പറയാന്നുള്ളത് ആ വ്യക്തിയുടെ സ്വർഗപ്രവേശനത്തിന് വരെ അത് കാരണമായേക്കാം. പടച്ച റബ്ബ് അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. നമുക്കൊക്കെ ഒരുപാട് പാഠങ്ങളാണ് നഈം ഫൈലിയുടെ ഒക്കെ മരണം എന്ന് പറയുന്നത്. ഓരോ മനുഷ്യനും മരണപ്പെടുമ്പോഴും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളൊക്കെ പഠിപ്പിക്കുന്നത്. ഏത് സമയത്തും ഏത് നേരവും നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയാനുള്ള സാധ്യത ഏത് സമയത്തും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ നിമിഷത്തിലാണ് പടച്ച റബ്ബ് നഈം ഫൈലിയുടെ റൂഹിനെ പിടിക്കുന്നത്. ആ ഉമ്മാക്കൊക്കെ എത്ര സങ്കടം ഉണ്ടാവും. തൻ്റെ പൊന്നുമോന് തൻ്റെ ഉമ്മയോട് പറയുന്ന വാക്കുകളൊക്കെ ഉമ്മയുടെ കാതുകളിൽ നൊമ്പരപ്പെടുത്തുന്നുണ്ടാകൂല. പടച്ച റബ്ബ് ക്ഷമ നൽകട്ടെ. നമ്മളൊക്കെ ദുആ ചെയ്യുക. അള്ളാഹു അവരുടെ ഖബർ ജീവിതത്തെ സുഖത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.